അബ്ദുൽ ഹക്കീം അസരി പറയുന്നുണ്ട്, നോഡൽ സിറ്റിക്ക് ഒരുപാട്, അതായത് പഞ്ചായത്തിൽ നിന്ന്, ബ്ലോക്കിൽ നിന്ന്, അധികാരികളിൽ നിന്ന് ഒരുപാട് പ്രതിഷേധങ്ങളുണ്ടായി, പരാതികളുണ്ടായി. അപ്പോഴൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചത് ബദരീങ്ങളോടാണ്. പ്രതിസന്ധി ഉണ്ടായപ്പം ബദരീങ്ങൾ പ്രാർത്ഥിച്ചത് ആരോടാ? അള്ളാനോടാണ്. ഏതുപോലെ സിമ്പിളായിട്ട് പറയട്ടെ, യേശുവിനെ കുരിശിലേറ്റുമ്പോ യേശു പ്രാർത്ഥിച്ച് പടച്ചോനോടാണ്. ബൈബിളിൽ അതുണ്ട്. യേശുവിനെ കുരിശിലേറ്റുമ്പോ പ്രാർത്ഥിച്ചത് പടച്ചോനോടാണ്. ക്രിസ്ത്യാനികളോ പ്രാർത്ഥിക്കുന്നത് യേശുവിനോടാണ്. മനസ്സിലാക്കും, ഒന്നുകൂടെ മനസ്സിലാക്ക്. യേശുവിനെ കുരിശിലേറ്റുമ്പോ യേശു പറയാണ്, കർത്താവേ കർത്താവേ നീ എന്നെ കൈവടിഞ്ഞതെന്തേ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് ഉയർത്തിയാലും എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമാണ്. ഏലി ഏലി ലമ്മാ സബക്താനി. ഈസാ നബി കുരിശിൽ കയറുന്നത് പ്രാർത്ഥിച്ചു ബൈബിൾ, മത്തായിയുടെ സുവിശേഷം. യേശു പ്രാർത്ഥിച്ച് പടച്ചവനോടാണ്. ഇന്ന് ക്രിസ്ത്യാനികളോ? ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്ന യേശുവിനോടാണ്. ബദരീങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചത് പടച്ചവനോടാണ്. എന്താ തെളിവ്? 8-ാം അധ്യായം സൂറത്ത് അൻഫാൽ 9-ാമത്തെ വചനം. ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിത്തുക്കും ബിഹൽഫി മിനൽ മലായികത്തി മുർദിഫീൻ. ബദർ യുദ്ധത്തിൽ മുഹമ്മദ് നബിയും അനുയായികളും റബ്ബിനോട് ഇസ്തിഗാസ നടത്തി. അപ്പൊ പ്രതിസന്ധി നേരിട്ടപ്പോ 1000-ത്തിലധികം വരുന്ന ശത്രു സൈന്യത്തോട്, സർവായുധ വിഭൂഷരായ ശത്രു സൈന്യത്തോട് ഏറ്റുമുട്ടാൻ, ശത്രുക്കൾ പ്രവാചകനോട് ഏറ്റുമുട്ടാൻ വരുമ്പോ സ്വഹാബത്ത് പ്രാർത്ഥിച്ചത്, അഥവാ ബദറിൽ പങ്കെടുത്തവർ പ്രാർത്ഥിച്ചത് പടച്ചോനോട്. സമസ്തക്കാരോ? ബദരീങ്ങളോട്. ക്രിസ്ത്യാനികളോ? യേശു പ്രാർത്ഥിച്ച് പടച്ചോനോട്, ക്രിസ്ത്യാനികൾ പ്രാർത്ഥിച്ചത് യേശുവിനോട്. അതേ അവസ്ഥ. അതുകൊണ്ടാണ് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, വഴിവേച്ച ക്രിസ്ത്യാനികളുടെ മാർഗത്തിൽ ഞങ്ങളെ ചേർക്കല്ലേ. യേശു കുരിശിൽ കിടന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചു. മുഹമ്മദ് നബി ബദറിൽ ടെന്റിൽ കിടന്ന് അള്ളാഹിനോട് ദുആ ചെയ്തു. ഈസാ നബിയുടെയും മുഹമ്മദ് നബിയുടെയും വഴി ഒന്നാണ്, ക്രിസ്ത്യാനികളുടെയും സമസ്തക്കാരുടെയും വഴി അതല്ല. മാഷാ അല്ലാഹ്, വല്ലാത്തൊരു ക്ലാരിറ്റിയാ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. എത്ര കണ്ട് ചിന്തിക്കുന്നുണ്ടോ ഓരോരുത്തരെന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു വല്ലാത്ത ക്ലാരിറ്റിയാണ്. കുരിശിൽ കിടന്ന് പടച്ചവനോട് പ്രാർത്ഥിച്ച ഈസാ നബി, ബദറിന്റെ ടെന്റിൽ കിടന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ച മുഹമ്മദ് നബി, അഗ്നികുണ്ഡത്തിലിരുന്ന് പ്രാർത്ഥിച്ച ഇബ്രാഹിം നബി, ഇവരൊക്കെ ഒറ്റക്കെട്ട. ചെങ്കടലിലെടുത്ത് വന്ന് പ്രാർത്ഥിച്ച മൂസാ നബി, ഇവരൊക്കെ ഒരേ വഴിയിലാണ്. അവരുടെ വഴിയിലാണ് ഞങ്ങൾ മുജാഹിദുകൾ എന്നാണ് ഞങ്ങൾക്ക്